നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഈ വീഡിയോ പാക്ഡോറ എന്ന ഓൺലൈൻ വെബ്സൈറ്റിനെ കുറിച്ചാണ്. നമുക്കിപ്പോൾ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ഒരു ഇമേജ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. അതായത് ആ പ്രോഡക്റ്റിൻ്റെ കവർ പേജ് അല്ലെങ്കിൽ അതിൻ്റെ ലേബൽ. ആ ഡിസൈൻ ചെയ്ത ഇമേജ് നമ്മൾ പാക്ഡോറയിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ആ പ്രോഡക്റ്റിൻ്റെ 3D മോക്കപ്പായിട്ട് കാണാനായിട്ട് സാധിക്കും. ഏകദേശം 5000-ഓളം ടെംപ്ലേറ്റുകൾ ഈ വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏത് പ്രോഡക്റ്റാണോ വേണ്ടത് ആ പ്രോഡക്റ്റിനനുസരിച്ച് ആദ്യം ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യണം. അതിനുശേഷം അതിൽ പറഞ്ഞിരിക്കുന്ന ഡയമെൻഷൻ അനുസരിച്ച് ഒരു ഇമേജ് ഡിസൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ആ പ്രോഡക്റ്റിൻ്റെ 3D മോക്കപ്പായിട്ട് കാണാനായിട്ട് സാധിക്കും. ഗ്രാഫിക് ഡിസൈനേഴ്സിനും ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനും ഇ-കൊമേഴ്സ് സെല്ലേഴ്സിനും ഈ ഒരു വെബ്സൈറ്റ് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ഈ പാക്ഡോറയെക്കുറിച്ച് കൂടുതലായിട്ട് പരിചയപ്പെടാം. എൻ്റെ പേര് അൽഫാൻ ഷാനവാസ്. എൻ്റെ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഗൂഗിളിൽ വന്നിട്ട് പാക്ഡോറ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇതാണ് പാക്ഡോറയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. നമുക്ക് കാണാൻ പറ്റും, ഒരുപാട് പ്രോഡക്ട്സുകൾ കാണാൻ പറ്റും. ആൾ അബൌട്ട്സ് മോക്കപ്സ് ആൻഡ് ഡയലൈൻ ടെംപ്ലേറ്റ്സ് അറ്റ് പാക്ഡോറ. ഞാൻ മോക്കപ്പ് ജനറേറ്റർ എന്ന് പറഞ്ഞ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് സൈഡിലോട്ട് കാണാൻ പറ്റും ഒരുപാട് പ്രോഡക്റ്റുകൾ. അതൊന്ന് ബോക്സസ്, ബോട്ടിൽസ് ആൻഡ് ജഗ്സ്, ഫുഡ് പാക്കിങ്, പൗച്ചസ് ആൻഡ് സാച്ചറ്റ്സ് ആൻഡ് ബാഗ്സ്, ക്യാൻസ് ആൻഡ് ജാർസ്, ട്യൂബ്സ്, കണ്ടെയ്നേഴ്സ് ആൻഡ് കപ്സ് ആൻഡ് ബൗൾസ്, അപ്പാരൽസ്, ഡിവൈസസ് ആൻഡ് അതേഴ്സ്. ഞാനിവിടെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഒരു ജ്യൂസ് ക്യാനാണ്, ഒരു ജ്യൂസ് സോഡ ക്യാൻ. ഞാൻ ഫസ്റ്റ് ക്യാൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്ലോഡ് യുവർ ഇമേജസ് എന്ന് പറഞ്ഞു. എൻ്റെ സൈസ് വന്നിട്ട് 784x336 പിക്സൽ. ആ സൈസിലൊരു ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതേ സൈസിലാണ് ഞാൻ ഡിസൈൻ ചെയ്തത്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും 784 വിഡ്ത്തും 336 ഹൈറ്റും. അപ്പോൾ ഈ ഇമേജ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നു. അപ്ലോഡ് ഇമേജ് കൊടുക്കുന്നു. ആഡ് ഇമേജസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫയൽസ് എല്ലാം ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഞാൻ ആ ഇമേജാണ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് സൈഡിലോട്ട് റൈറ്റ് സൈഡിൽ കാണാനായിട്ട് സാധിക്കും, എന്താ അവിടെ പ്രോഡക്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ട മോക്കപ്പ് ആയത് നല്ല രീതിയിൽ 3D വ്യൂ വന്നിട്ടുണ്ട്. കണ്ട പാക്കേജ് കളർ, അവിടെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് അവർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കളർ വന്നിട്ടുണ്ട് ഡിസൈൻ അനുസരിച്ചിട്ടുള്ള. അപ്പോൾ ഞാനത് ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്യുന്നു. ഗ്രീനാണ് വന്നിട്ടുള്ള സെലക്ഷനിൽ മൊത്തം. അപ്പോൾ കണ്ട മേളിൽ ആ ഭാഗം കൂടെ കുറച്ചും കൂടെ അത് ഫില്ലായി. കണ്ട ഇനിയിപ്പോൾ എലമെൻറ്റ്സ് സെലക്ട് ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള എലമെൻറ്റ്സ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഐക്കൺസ് സെലക്ട് ചെയ്യുന്നു. ഞാൻ സൈഡിലോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ചേർത്ത് ഇത് കണ്ട അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, അവിടെ വന്നിട്ടുണ്ട് ആ ഐക്കൺ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളർ ഞാൻ മാറ്റി കൊടുക്കുന്നു, വൈറ്റ് കളറാക്കി കൊടുക്കുന്നു. കണ്ടോ ഐക്കൺസ് ഇപ്പോൾ കണ്ടോ
വീണ്ടും അതൊന്ന് റീസൈസ് ചെയ്യുന്നു. ഇനി അടുത്ത ഒരു ഐക്കണും കൂടെ ആഡ് ചെയ്യുന്നു. അതിൻ്റെ കളർ ഞാൻ ചേഞ്ച് ചെയ്യുന്നു, വൈറ്റ് ആക്കി കൊടുക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് റീസൈസ് ചെയ്യുന്നു. ഇനി സേവ് കൊടുത്താൽ മതി. നെക്സ്റ്റ് പേജിലോട്ട് പോകും. സേവ്. കണ്ടോ? ഇനി അതിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ സൈസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ സൈസ് വേണമെങ്കിൽ കൊടുക്കാം. മോർ സൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഞാനത് സെലക്ട് ചെയ്യുന്നില്ല. ഇനി ആ മെറ്റീരിയലിൻ്റെ എഡിറ്റിംഗ് സെക്ഷനാണ്. കണ്ടോ? നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. കസ്റ്റം മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇനി അടുത്ത് സർഫസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിപ്പോൾ സർഫസ് ഉണ്ട്. മെറ്റൽനെസ് വേണമെങ്കിൽ കുറച്ച് 20% കിടക്കുന്ന വേണമെങ്കിൽ കൂട്ടി കൊടുക്കാൻ വരാലോ. ട്രാൻസ്മിഷൻ കണ്ട മെറ്റൽനെസ് 25% മതി. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളറ് ഒരുപാട് കളേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എടുത്തിരിക്കുന്ന ഗ്രേഡിയൻ്റ് കളർ കോമ്പിനേഷനുകളാണ് വന്നിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് സോളിഡ് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ കൊടുക്കാം. അവിടെ തന്നെ കളർ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. സ്റ്റാർട്ട് കളറ്, എൻഡ് കളർ. എന്താ ഇത് വീഡിയോ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. അതിലൊരുപാട് ടെംപ്ലേറ്റ്സ് അവർ തന്നിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം പെയ്ഡാണ്. $9 കൊടുക്കേണ്ടി വരും. എന്നാലേ നമുക്കിത് വീഡിയോ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കണ്ടോ? നല്ല മോക്കപ്പ് ചെയ്ത ഒരു വീഡിയോ ആയിട്ട് തരുന്നുണ്ട്, ജനറേറ്റ് ചെയ്ത് തരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളൊരു ടെംപ്ലേറ്റ് എടുത്ത് വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഒരുപാട് ടെംപ്ലേറ്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സൂപ്പർ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ട ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ റേഷ്യോ മാറ്റി കൊടുക്കുന്നു.
16:9 എന്ന് പറഞ്ഞ ഇത് കൊടുക്കുന്നു. റെൻഡർ ആൻഡ് എക്സ്പോർട്ട് കൊടുക്കുമ്പോൾ പേയ്മെൻറ്റ് ഓപ്ഷനിലോട്ടാണ് പോകുന്നത്. വീഡിയോസ് എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ടതുപോലെ തന്നെ വീഡിയോസ് ഞാൻ സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്ട് 4 സെക്കൻഡ്, 8 സെക്കൻഡ്, 3 സെക്കൻഡ്, 5 സെക്കൻഡുള്ള വീഡിയോകളാണല്ല. നമുക്ക് ഈ ഡിസൈൻ ചെയ്തിട്ട് ക്ലയൻറ്റിന് വേണമെങ്കിൽ അയച്ചു കൊടുക്കാനും പറ്റും. അത് ഈ ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഷെയറിൽ കണ്ടോ, അപ്പോൾ അതിൽ ഷെയർ ബട്ടണിൽ കൊടുക്കുമ്പോൾ വാട്ടർമാർക്കൊന്നും കാണത്തില്ല. കണ്ടോ, അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.